നമസ്തേ, സ്വാഗതം. ബീറ്റോൺ ഓർഗാനിക്സിൻ്റെ 174ാമത് എപ്പിസോഡിലേക്ക്. പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ എന്ന് ഇന്ന് ഈ വീഡിയോ മിസ് ചെയ്യണ്ട കേട്ടോ. കാരണം ഒരുപാട് ഉപകാരത്തിൽപ്പെടും. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ചെടിയാണ് ലെമൺ വൈൻ. നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ പടർത്തി വിടാനായിട്ടൊരു മരം ഉണ്ടെങ്കിൽ ഏറെ ഭംഗി ഇല്ലാച്ചാലും നമുക്കത് ബുഷാക്കിയിട്ടും അല്ലെങ്കിൽ കമ്പിയൊക്കെ വളച്ചിട്ട് നമുക്ക് ഇഷ്ടപ്രകാരം അതിന് വളർത്താൻ പറ്റാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല നറുമണത്തോടു കൂടിയിട്ട് ചെറിയൊരു നാരങ്ങയുടെ മണവും ഒക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള വെളുത്ത പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് ലെമൺ വൈൻ. ലെമൺ വൈൻ അതിൻ്റെ കായയാണ് കാണിക്കുന്നത് കേട്ടോ. ആ കായ്ക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായയിൽ കുഞ്ഞു കുഞ്ഞു ഇലകൾ കാണാൻ പറ്റും. നമുക്ക് പച്ച ഇലകൾ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല പുളിയുണ്ട്, ഒരു ചെറു മധുരമുണ്ട് കായകൾക്ക്. ഈ കായകൾ പഴുത്ത് കഴിഞ്ഞാലാണ് കഴിക്കാൻ പറ്റുക. ആ പഴുത്ത കായകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം, ജാം ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം, അച്ചാറിടാം, അതൊക്കെ ചെയ്യാം. പോരാത്തതിന് ഇതിൻ്റെ ആ ഒരു പൂക്കളുടെ മനോഹാരിത ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഇതിൻ്റെ പൂക്കളില്ല കേട്ടോ, പക്ഷെ അതിഭംഗിയുള്ള പൂക്കളാണ്. നമ്മുടെ പവിഴമല്ലി പൂക്കളേക്കാൾ ഇത്തിരി കൂടി വലുപ്പമുള്ള, അതിനേക്കാൾ നിറവും മണവും പിന്നെ ധാരാളമായിട്ടുണ്ടാവും കേട്ടോ. കുലകുത്തി പൂക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ നമ്മൾ എന്തിലേക്കും ഒന്ന് പടർത്തി വിടാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഏറ്റവും സൗകര്യമായി. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. രാത്രിയാവുമ്പോഴേയും വിരിയും. പോരാത്തതിന് രാവിലെ ആവുമ്പോൾ നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് മഞ്ഞുതുള്ളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും കൊഴിയും കേട്ടോ. ധാരാളമായിട്ട് കായ്കളും ഉണ്ടാവും. ആ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ളതാണ് ലെമൺ വൈനിൻ്റെ. ചെറിയ ചെറിയ മുള്ളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വള്ളിയിൽ. നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് നമ്മുടെ രാജ്യത്തുള്ളതല്ല, പുറം രാജ്യത്തുനിന്ന് വന്നൊരു സുന്ദരിയാണ്. നമ്മുടെ കാലാവസ്ഥയായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ യോജിച്ചു പോകുന്ന ഒരു ഉദ്യാന സസ്യം തന്നെ പറയാം കേട്ടോ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഇത്തരക്കാരെ മറന്നു പോണത് ശരിയല്ലല്ലോ.